നമ്മുടെ നാട്ടിലെ ഒരു ഇൻഫ്ലുവൻസർ വിചാരിച്ചാൽ ഒരു വാഹനത്തിൻ്റെ തലവരെ മാറ്റാനും നന്നാക്കാനും മോശമാക്കാനും പറ്റുമെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ MG ഗ്ലോസ്റ്റർ. ഗ്ലോസ്റ്റർ ശരിക്കും പറഞ്ഞാൽ വളരെ കേപ്പബിൾ ആയിട്ടൊരു വെഹിക്കിളാണ്. ഇത് നമ്മുടെ സാം കളറിക്കലിന്റെ ആ ഒരു ട്രാക്കിൽ നമ്മൾ തെളിയിച്ചൊരു സംഭവം. അന്ന് ഇവൻ ജനിച്ചിട്ട് തന്നെ ഇല്ല. എന്താണെങ്കിലും സാമിൻ്റെ ട്രാക്കിൽ നമ്മൾ ഗ്ലോസ്റ്റർ പരീക്ഷിച്ചതാണ്. കാരണം ഒരു സമയത്ത് ഒരുപാട് സംസാര വിഷയമായിരുന്നു ഗ്ലോസ്റ്ററിന്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി കാര്യങ്ങളെല്ലാം. എന്താണെങ്കിലും ന്യൂസിൽ വരെ വന്നിരുന്നു. പക്ഷെ ഞാൻ ഈ ഗ്ലോസ്റ്ററുമായിട്ട് അന്ന് ഡ്രൈവ് ചെയ്തതിന് ശേഷം പിന്നെ അധികം ഓടിക്കാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ പാകിസ്ഥാനിൽ ഈ അടുത്തിടയ്ക്ക് പാകിസ്ഥാൻ വരെ പോയത് ഈ ഒരു ബ്ലാക്ക് സ്റ്റോം വേർഷനിൽ തന്നെയാണ്. അവരുടെ എഡിഷൻ ബ്ലാക്ക് സ്റ്റോം എന്ന് പറഞ്ഞ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഗ്ലോസ്റ്ററിൻ്റെ ഇതിലാണ് ഞാൻ പോയത്. അന്ന് വലിയ ഓഫ് റോഡൊന്നും ഉണ്ടായിരുന്നില്ല. ഓഫ് റോഡൊക്കെ പ്രതീക്ഷ പോയത് ഞങ്ങൾ ഷിംലയിൽ സ്നോ ഉണ്ടാവുന്ന, പക്ഷെ നടന്നില്ല. എന്താണെങ്കിലും ഇപ്പോൾ കൊച്ചിയിൽ EVM MGയുടെ ഡീലർഷിപ്പായ EVM കോസ്റ്റ് ലൈൻ ഗരാജിൻ്റെ ഒരു സഹകരണത്തോടെ നമ്മൾ ഗ്ലോസ്റ്റർ ഇപ്പോൾ ഒരു ഓഫ് റോഡിന് കൊണ്ടുപോവാണ്. ബൂട്ട് ക്യാമ്പ് എന്നാണ് ആ ഒരു ഇവന്റിന്റെ പേര്. അപ്പോൾ ഞാനിപ്പോൾ വന്ന വഴിക്ക് ആ ഒരു ആവേശത്തിൽ അങ്ങനെ എടുത്തുപോയി. നമ്മൾ പ്ലാൻ എല്ലാം നമ്മളെ വിട്ടുപോയി. ഞാനിപ്പോൾ കുറച്ചങ്ങോട്ട് കൊണ്ട് വണ്ടി ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഒരു വൻ ഒബ്സ്റ്റാക്കിൾ കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കണേ. എന്താണെങ്കിലും ഇതൊരു നല്ല ട്രാക്കാണ്. എറണാകുളത്ത് തന്നെ ഒരു ട്രാക്കാണ്. ഇവിടെ ഒരുപാട് എനിക്ക് തോന്നുന്നത് ഥാറും അതുപോലെ ജിംനിയും ഒരുപാട് ഓഫ് റോഡ് വാഹനങ്ങൾ നമ്മുടെ എറണാകുളത്തെ ഏറ്റവും അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്കാണ്. നല്ല ട്രാക്കാണ്. വലിയ തെറ്റില്ലാത്ത ഒബ്സ്റ്റാക്കിൾ എല്ലാം ഉണ്ട്. എന്താണെങ്കിലും അവിടെ ഞങ്ങൾ 2 ഗ്ലോസ്റ്ററുമായിട്ട് ഇന്ന് പൊളിക്കാൻ പോവാണ്. സോ വിൽ ഷെയർ യു എക്സ്പീരിയൻസ്. റോഷനേട്ടൻ ഓടിക്കുന്നത് ബ്ലാക്ക് സ്റ്റോമും ഞാൻ ഓടിക്കുന്നത് നോർമൽ സ്റ്റോമും. ബ്ലാക്ക് സ്റ്റോം ഇല്ല, ബ്ലാക്ക് ഇല്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഒബ്സ്റ്റാക്കിളിലും ഈ ഒരു ട്രാക്കിലും നമുക്ക് ഗ്ലോസ്റ്ററിന്റെ വിശേഷങ്ങൾ കാണാം ഈ എപ്പിസോഡ്. സോ ഗ്ലോസ്റ്ററിൻ്റെ പല ഫീച്ചേഴ്സും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓഫ് റോഡ് സമയത്ത് മാത്രമല്ല അല്ലാത്ത സമയത്തും ടൈറ്റ് സിറ്റുവേഷനിലെല്ലാം എന്തൊക്കെ ഉപയോഗിക്കാമെന്ന് ആക്ച്വലി മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്. ഇതിൻ്റെ ക്യാമറ 360 ഡിഗ്രി ക്യാമറ. ഇത് ആക്ച്വലി ഗ്ലോസ്റ്ററിൽ മാത്രമല്ല 360 ഡിഗ്രി ക്യാമറ നമ്മുടെ ഇസ്രസ് EVയിലുള്ളതും എനിക്ക് നല്ല പ്രയോജനമാണ് ചില സമയത്ത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ക്യാമറ, ഇപ്പോൾ ബാക്ക് ക്യാമറയാണിത്. ഇത് കൂടാതെ സൈഡ് ക്യാമറ, അതുപോലെ ഈ ഒരു ഫ്രണ്ടിലെ മൂല നമുക്ക് ശരിക്കും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മുടെ വീല് കറക്റ്റായിട്ട് എവിടെയാണ് അലൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സൈഡിൽ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ക്യാമറയാണിത്. സൈഡ് ക്യാമറ നല്ല പ്രയോജനമുള്ളൊരു സാധനം. അതുപോലെ തന്നെ ഇപ്പം ഫ്രണ്ടിൽ ആ ഒരു മരമുണ്ട്. ആ മരം ആണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. സോ 360 ഡിഗ്രി ക്യാമറ ഇതുപോലെയുള്ള ചെറിയ വഴികളിലെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത് റോക്ക് മോഡിലാണ് നമ്മൾ പോകുന്നത്. റോക്ക് മോഡിൽ നമുക്ക് ഹിൽ ഡിസെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാം. ഹിൽ ഡിസെൻറ്റ് ആക്ച്വലി ന്യൂട്രലിലിടുക. ഹിൽ ഡിസെൻറ്റ് ആക്റ്റീവാണ്. ഹിൽ ഡിസെൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഒട്ടും ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഹിൽ ഡിസെൻറ്റ് ഇസ് പ്രോപ്പർ. ഇതൊരു നല്ല ടെറൈനാണ്. ഇതൊരു നല്ല ഒബ്സ്റ്റക്കിളാണ്. കാരണം ഇത് ഓൾമോസ്റ്റ് 75 ഡിഗ്രിയോളം വരും എന്നുള്ളതാണ്. ഇതൊരു നല്ല ഒബ്സ്റ്റക്കിളാണ്. നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റമാണ് ഇത്. നമുക്ക് ഒന്ന് കയറാൻ നോക്കാം. അടിപൊളിയായിരുന്നു. കാരണം അന്ന് നമ്മളൊരു ട്രാക്കിൽ ഓടിച്ചെങ്കിലും അന്നൊരു വാശിക്ക് ഓടിച്ചാ പുള്ളിയോ അന്നൊരു വാശിക്ക് ഓടിച്ചാ. പക്ഷെ ഇപ്പൊ അതൊരു പ്രോപ്പർ ഒരു നമ്മളെങ്ങനെ ഒരു ഓഫ് റോഡർ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡിലൂടെ കുറച്ചും കൂടെ ഇലക്ട്രോണിക്കലി ബെറ്റർ കാർ ഉപയോഗിക്കുന്നു, കുറച്ചും കൂടെ ലക്ഷറി. കാരണം അതിന്റെ ഹിൽ ഡിസെന്റ് എല്ലാം ഇറ്റ്സ് പ്രോപ്പർലി വർക്കിംഗ്. ഞാനത് പറയാൻ വരുമായിരുന്നു. ആദ്യം ഞാനൊന്ന് പേടിച്ചിട്ട് ബ്രേക്ക് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ബ്രേക്ക് ഔട്ടുമ്പോൾ ലോക്ക് ആവുന്നത്. അപ്പൊ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. ഹിൽ ഡിസെന്റ് നല്ല അന്തസ്സായിട്ട് താഴെ. മോഡ്സ് ഒരുപാടുണ്ട്. സ്നോ, സാൻഡ്, റോക്ക്. സോ ഞങ്ങൾ ഏത് മോഡ് യൂസ് ചെയ്തത്? റോക്ക് മോഡ്. ഒബ്വിയസ്ലി ഞാൻ റോക്ക് മോഡ് ഇട്ട് ഡിഫറൻഷ്യലൊക്കെ ഓൺ ചെയ്ത് പ്രോപ്പർ ആയിട്ട് അങ്ങ് പോയി. ഞാൻ മഡും ഡിഫറൻഷ്യലും ഓൺ ആക്കിയിട്ട് എന്താണെങ്കിലും ഇറ്റ്സ് എ ഗുഡ് ഓഫ് റോഡർ എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ടാക്കിൾ ഓഫ് റോഡ് ഓൾസോ. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ ടെറൈനും നമ്മൾ സാധാരണ ഒരു നോർമൽ വണ്ടിയായിട്ട് വന്നാൽ ഒത്തിരി എളുപ്പമാവാൻ സാധ്യതയില്ല. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. എനിക്ക് തോന്നുന്ന എൻഡവറിൻ്റെ സ്പേസ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമായിരിക്കും MGയുടെ ഗ്ലോസ്റ്റർ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എങ്ങനെയൊക്കെയാണെങ്കിലും
ഇതിനകത്ത് ഈ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യം, ഇപ്പോൾ എനിക്ക് പോലും അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് അറിയില്ലാത്തവർ ഐ തിങ്ക് നമ്മളത് ചോദിച്ച് എന്താണെന്ന് പഠിച്ചിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാൽ ബി ഗുഡ്. നിങ്ങൾ ഫുട്ടേജ് കണ്ടുണ്ടാവുമല്ലോ നമ്മൾ വന്നതിൻ്റെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ കുക്കൂണ്ടായിട്ട് ഇരിക്കാന്നുള്ള ഫുൾ എ സി ഒക്കെ ഇട്ട് മറ്റേ സീറ്റിൽ വെന്റിലേറ്റഡ് സീറ്റൊക്കെ ആയിട്ട് നല്ല സുഖമായിട്ടിരിക്കും. വണ്ടിയാണ് പണി മൊത്തം എടുക്കുന്നത്. എന്താണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ നമ്മൾ ഈ ട്രാക്കിലൂടെ വന്നു ആൻഡ് ഇറ്റ് വാസ് ഗുഡ് ഫൺ. ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സമയവും കുറച്ചൊരു ഫൺ ലവിങ്ങിനൊക്കെ ആൾക്കാർക്ക് പറ്റുന്ന സാധനമാണ്. ബട്ട് ഡോണ്ട് ടേക്ക് ദിസ് ആസ് എൻ ഓഫ് റോഡ് പോണെങ്കിൽ പോകാമെന്ന് മാത്രം. സോ അതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്.